ദൈവനാമം മഹത്വപ്പെടട്ടെ. വചനപ്രഭാതത്തിൽ 119 സങ്കീർത്തനം നാം വായിച്ച് ധ്യാനിച്ചു വരികയായിരുന്നു. ഇപ്പോൾ 101 വാക്യത്തിലോട്ട് പ്രവേശിക്കുന്നു. ദൈവമേ, നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗ്ഗങ്ങളിൽ നിന്നും കാൽ വിലക്കുന്നു. വചനം പ്രമാണിക്കുവാനുള്ള ആഗ്രഹം എന്നെ പലതിൽ നിന്നും വിലക്കുന്നു. ഇന്നത്തെ സന്ദേശം നമുക്ക് ഇങ്ങനെ പേര് വിളിക്കാം: വിലക്കുന്ന വചനം. ഒന്നുകൂടെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ദൈവമേ, അങ്ങയുടെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്നും കാൽ വിലക്കുന്നു. I have kept my feet from every evil path, so that I might obey your word. മറ്റു വചനങ്ങളിൽ നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും എന്ന് നാം വായിച്ചിട്ടുണ്ട്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, എതിർവശത്തു നിന്നുള്ള ഒരു ധ്യാനമാണ്. വചനം പ്രമാണിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം എൻ്റെ അകത്ത് കിടക്കുന്നതിനാൽ ഞാൻ തന്നെ എൻ്റെ കാലുകൾക്ക് ഒരു ഡിസിപ്ലിൻ വെച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണുകൾക്കും ഒരു ഡിസിപ്ലിൻ വെച്ചിട്ടുണ്ട്. എൻ്റെ ചെവിക്കും എൻ്റെ വായിക്കും എൻ്റെ മനസ്സിനും എൻ്റെ സ്വപ്നങ്ങൾക്കും ഈ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു നല്ല ശീലമല്ലേ? ജീവിതത്തിൽ ചില ഡിസിപ്ലിൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് ജയകരമായ ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ കാലുകൾക്ക് വിലക്കപ്പെട്ട ചില മേഖലകൾ ഭൂമിയിലുണ്ട്. ബൈബിളിൽ നിന്ന് ഉദാഹരണം പറഞ്ഞാൽ ജോസഫ് ഒരു നല്ല ഉദാഹരണമാണ്. ജോസഫിനെ ആ വീട്ടിൽ, അതായത് പൊത്തിപ്പേറിന്റെ വീട്ടിൽ, എല്ലാ മുറികളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പരമാധികാരം പോത്തിഫേർ കൊടുത്തു. എന്നാൽ പോത്തിഫേറിന്റെ ഭാര്യ അവരുടെ ഫാമിലി ബെഡ്റൂമിലേക്ക് ജോസഫിനെ ക്ഷണിച്ചപ്പോൾ, ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ക്ഷണിച്ചപ്പോൾ, ജോസഫ് തന്റെ കാലിനോട് നിയമം ചെയ്തിരുന്നു, തന്റെ കൈയോട് നിയമം ചെയ്തിരുന്നു, തന്റെ മനസ്സിനോട് നിയമം ചെയ്തിരുന്നു. അവനൊരു ഷണ്ടനല്ല, അവനൊരു സ്ത്രീവിരോധിയല്ല. ലോകപ്രകാരമുള്ള വൈകാരികമായ ആവശ്യങ്ങളും സ്വപ്നങ്ങളും ചിന്തകളും ഉള്ള ഒരു ബാലകനാണ്, ഒരു യൗവനക്കാരനാണ്. എന്നാൽ അതിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്നതാണ് പുരുഷന് സ്ത്രീയോടുള്ള ആകർഷണം. ഇല്ലെങ്കിൽ അന്യ വീട്ടിൽ ജനിച്ച് ഒരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ജീവിതകാലം മുഴുവൻ കഴിയുമോ? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഒരു പുരുഷന് സ്ത്രീയുടെ മേലൊരു ആകർഷണമുണ്ട്. പക്ഷെ ആ ആകർഷണത്തിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. മൃഗങ്ങൾക്കതില്ല, പക്ഷികൾക്കതില്ല.
പക്ഷികളിൽ ഉള്ളവരുണ്ട്, മൃഗങ്ങൾക്ക് തീരെയുമില്ലെന്നാ പറയുന്നത്. മനുഷ്യന് എല്ലാ വിഷയത്തിലും ഉണ്ട്. അപ്പോ ഈ വചനമാണ് അവര് പ്രായോഗികമാക്കുക. എനിക്ക് ദൈവത്തിന്റെ വചനം പ്രമാണിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈകളോടും കാലുകളോടും കണ്ണിനോടും മനസ്സിനോടും ഒരു നിയമം ചെയ്തിരിക്കുന്നു. നമുക്കും അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കണം. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.